സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. യാ കുന്ദേന്ദു തുഷാരഹാരധവളാ യാ ശുഭ്രവസ്ത്രാവൃതാ യാ വീണാവരദണ്ഡമണ്ഡിതകരാ യാ ശ്വേതപദ്മാസനാ യാ ബ്രഹ്മച്യുതശങ്കര പ്രഭൃതിഭിർദേവൈ സദാ പൂജിതാ സാ മാം പാതു സരസ്വതി ഭഗവതി നിശേഷജാഢ്യാപഹ. ഭാഷണത്തിനായി TVSRC സെക്രട്ടറി വൈശ്രവണത്ത് നാരായണൻ നമ്പൂതിരി. നമസ്കാരം. TVSRCയുടെ വൈശാഖ മാസ ആചരണത്തിന്റെ ഭാഗമായി നടന്നുവരുന്ന ശങ്കരദർശനം വെബിനാർ സീരീസ് ഏപ്രിൽ 18 മുതൽ നടന്നു വരികയാണ്. സമാപന ദിവസമായ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് സ്വാമി ഹരിബ്രഹ്മേന്ദ്ര തീർത്ഥ ആണ്. ഇന്നലെയും ഇന്നുമായി അദ്വൈതയുടെ സ്തോത്രങ്ങളിലെ ഭക്തി എന്ന വിഷയത്തെ പറ്റി ആണ് സ്വാമിജി നമ്മളോട് സംസാരിച്ചത്. ഈ അവസരത്തിൽ ആദ്യമായി സ്വാമിജിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 32 ദിവസമായി 24 വിഷയങ്ങളെ സംബന്ധിച്ച് 24 ആചാര്യന്മാർ ഇവിടെ വെബിനാർ അവതരിപ്പിക്കുകയുണ്ടായി. ഈ നിമിഷത്തിൽ ഈ ആചാര്യന്മാരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. TVSRCയുടെ വിവിധ പ്ലാറ്റ്ഫോമുകളിലെ പഠിതാക്കളാണ് ഓരോ ദിവസവും ഈ വെബിനാർ ഇത്ര ഭംഗിയായി ഏറ്റെടുത്ത് നടത്തിയത്. അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇതിനെല്ലാം ഉപരി കഴിഞ്ഞ 32 ദിവസങ്ങളിലായി ഈ വെബിനാർ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും TVSRCയുടെ നന്ദി രേഖപ്പെടുത്തുന്നു. അതിനോടൊപ്പം തന്നെ ഇന്നത്തെ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ശ്രോതാക്കളില്ലെങ്കിൽ നമ്മുടെ വെബിനാർ ഇത്ര കണ്ട് നന്നായി മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അതിന് എല്ലാവർക്കും ഒരിക്കലും നന്ദി രേഖപ്പെടുത്തുക. ഈ പ്ലാറ്റ്ഫോമിലെ ഗുരുനാഥനായ ഏറാഞ്ചേരി ഹരിഗോവിന്ദൻ നമ്പൂതിരി, ഇന്നത്തെ വെബിനാർ കോർഡിനേറ്റ് ചെയ്യുന്ന TVSRCയുടെ പ്രസിഡന്റ് എടക്കഴിപ്പുറം ശ്രീരാമൻ നമ്പൂതിരി, ഇന്ന് പ്രാർത്ഥന ചൊല്ലിയ ഈശ്വരി അജിത്ത്, വൈശാഖ മാസാചരണ സംഗ്രഹം നടത്തുന്ന ശ്രീനിവാസ് കുക്കമ്പാറ, നന്ദി പ്രകാശനത്തിന് വരുന്ന മനോജ് കുമാർ KP എന്നിവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. 2 വാക്ക് TVSRCയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച്. കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഒട്ടനവധി പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യം കൊണ്ട് ശ്രോതാക്കൾക്ക് വിവിധ സനാതന ധർമ്മത്തെക്കുറിച്ചുള്ള അറിവുകൾ വളരെ ഭംഗിയായി എന്ന് പറയുന്ന സമയത്ത് പൂർണ്ണമായും സംഘാടകരും അറിവ് പകർന്നു നൽകാൻ എത്തുന്ന ആചാര്യന്മാരും എല്ലാവരും യജ്ഞ മനോഭാവത്തോടുകൂടി, സമർപ്പണ മനോഭാവത്തോടു കൂടിയിട്ടാണ് ഈ കഴിഞ്ഞ 5 വർഷക്കാലവും നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിലുള്ള സന്തോഷം വളരെയധികമുണ്ട്. ഇപ്പോൾ TVSRCയുടെ ഈ പ്ലാറ്റ്ഫോമിലൂടെ ഞങ്ങൾ നടത്തി വരുന്ന ക്ലാസ്സുകൾ എല്ലാ മാസവും 2ാമത്തെ ശനിയാഴ്ച നാരായണീയ പഠന ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. TVSRC ഓസ്ട്രേലിയ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 മുതൽ 3:30 വരെ നമ്മുടെ ഗുരുനാഥനായിട്ടുള്ള ഏറാഞ്ചേരി ഹരിഗോവിന്ദൻ നമ്പൂതിരിയാണ് നാരായണീയ പഠന ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം തന്നെ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും സംസ്കൃത പഠന ക്ലാസ്സുകൾ, അത് 100 ക്ലാസ്സുകൾ കഴിഞ്ഞിരിക്കുന്നു. 2024 ജനുവരി മാസം ആരംഭിച്ച സംസ്കൃത പഠന ക്ലാസ്സുകൾ 100ഓളം ക്ലാസ്സുകൾ കഴിഞ്ഞിരിക്കുന്നു. സംസ്കൃത പഠന ക്ലാസ്സുകളോടൊപ്പം തന്നെ ഈ അടുത്ത കാലത്ത്
വിഷ്ണു സഹസ്രനാമ പഠനം, സംസ്കൃത പഠനം രൂപത്തിൽ തന്നെ അതിൻ്റെ കൂടെ തന്നെ വിഷ്ണു സഹസ്രനാമ പഠനവും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും. ഇത് കൂടാതെ കോതമംഗലം വാസുദേവൻ നമ്പൂതിരി ഋഗ്വേദ പഠന ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. 2025 മാധവ മുനീവ്രത ഭാരതിയുടെ നേതൃത്വത്തിൽ അത് 34 ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു. ലളിതാ സഹസ്രനാമ പഠനം വളരെ ഭംഗിയായിട്ട്, വളരെ നമുക്ക് ഒന്നും വേണ്ടത്ര അറിവില്ലാത്ത ലളിത സഹസ്രനാമത്തിലെ ഓരോ നാമാവലികളും അതിൻ്റെ അർത്ഥങ്ങൾ എത്രത്തോളം ഭംഗിയാക്കി ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ അത്രത്തോളം വളരെ വിശദമായി പറഞ്ഞു തരുന്ന മാധവ മുനീവ്രത ഭാരതിയുടെ ക്ലാസ് എല്ലാ ബുധനാഴ്ചയും രാത്രി 9 മണി മുതൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതുകൂടാതെ ഈ കഴിഞ്ഞ 2024 തന്നെ ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ള ഉപനിഷത്ത് പഠന ക്ലാസ്സുകൾ ദശോപനിഷത്തും ശ്വേതാശ്വതരോപനിഷത്ത് പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ നേതൃത്വത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലായിട്ട് ഈശാവാസ്യം മുതൽ 10 ദശോപനിഷത്ത്, അതുകൂടാതെ ശ്വേതാശ്വതരോപനിഷത്ത്, അത് വളരെ പണ്ഡിത ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്, പണ്ഡിത ശ്രേഷ്ഠന്മാർ തന്നെയാണ് ഉപനിഷത്ത് പഠന ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉപനിഷത്ത് പഠന ഗ്രൂപ്പ് ഈ സത്സംഗവേദിയെ വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്നതിൽ വലിയൊരു പങ്ക് ഉപനിഷത്ത് പഠന ഗ്രൂപ്പിലെ പഠിതാക്കൾ നടത്തുന്നുണ്ട് എന്ന കാര്യം കൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് കൂടാതെ മറ്റ് ക്ലാസ്സുകളും വിവിധങ്ങളായിട്ടുള്ള സനാതനധർമ്മത്തെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും നമ്മൾ നടത്തി വരുന്നുണ്ട്. പഠിതാക്കളുടെ നേതൃത്വത്തിലാണ് ഈ ക്ലാസ്സുകളെല്ലാം നടന്നു വരുന്നത്. നമ്മൾ ഈ ദർശനങ്ങളും ഇങ്ങനെയുള്ള തത്വങ്ങളൊക്കെ കേട്ടുകൊണ്ട് അത് ജീവിതത്തിൽ എത്രത്തോളം പ്രായോഗികമായി നടപ്പിലാക്കുവാൻ സാധിക്കും, അതിനനുസരിച്ചുള്ള വിവിധങ്ങളായ പദ്ധതികളും എല്ലാ വർഷവും ഞങ്ങൾ സമർപ്പണ മനോഭാവത്തോടു കൂടിയിട്ട് ഓരോ സ്ഥലത്തും നടത്താറുണ്ട്. ഇപ്പോൾ തന്നെ ഈ കഴിഞ്ഞ മാസം കുട്ടികൾക്ക് വേണ്ടിയിട്ട് 10 ദിവസത്തെ ക്യാമ്പ്, സംസ്കൃത സംഭാഷണ ശിബിരം ഉൾപ്പെടെയുള്ള 10 ദിവസത്തെ ക്യാമ്പ് പാലക്കാട് വെച്ച് നടന്നു. അതോടൊപ്പം തന്നെ 2 ദിവസം പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉള്ള 2 ദിവസത്തെ ക്ലാസ്സും അതിൻ്റെ കൂടെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടനവധി ക്ലാസ്സുകൾ നടന്നു വരുന്നത് ഈ ശ്രോതാക്കളുടെയും ലോകത്താകമാനമുള്ള വിവിധങ്ങളായ ഗ്രൂപ്പുകളിൽ ആയിട്ട് 5000-ഓളം അംഗങ്ങളുണ്ട്. ഞങ്ങൾക്കതിൽ വളരെയധികം സന്തോഷമുണ്ട് പറയാൻ. അതായത് നമ്മൾ വിചാരസത്രം, സമാന വസ്തുവോമന എന്ന പ്രധാന 2 ഗ്രൂപ്പുകൾ, അതുപോലെ തന്നെ അന്തർജന സഭയുടെ നേതൃത്വത്തിലുള്ള 2 ഗ്രൂപ്പുകൾ. ഈ ഗ്രൂപ്പുകളിൽ നമ്മുടെ സന്ദേശം പോസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ പരമാവധി ഒരാഴ്ചക്കുള്ളിൽ ഗ്രൂപ്പിലുള്ള മുഴുവൻ അംഗങ്ങളും 1000 അംഗങ്ങളുള്ള ഗ്രൂപ്പിൽ നമ്മുടെ ഒരു സന്ദേശം പോസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് ഒരാഴ്ചക്കുള്ളിൽ എല്ലാവരും വായിച്ചു നോക്കാറുണ്ട് എന്നത് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക്, തിരക്കിട്ട ജീവിതത്തിനിടയിൽ അംഗങ്ങൾ നൽകുന്ന പിന്തുണ തന്നെയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇക്കാലയളവിൽ ഒട്ടനവധി ക്ലാസ്സുകൾ എടുത്തുകൊണ്ട് നമുക്ക് ഇപ്പോഴും വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന TP രാധാകൃഷ്ണൻ നമ്പൂതിരി, ചെന്നൈ സംസ്കൃത കോളേജിൽ നിന്ന് പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ, പഴങ്ങാപ്പറമ്പ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, അങ്ങനെ നമ്മുടെ ഗുരുനാഥനായിട്ടുള്ള ഏറാഞ്ചേരി ഹരിഗോവിന്ദൻ നമ്പൂതിരി, ഇവരുടെയൊക്കെ പിന്തുണയും ഉപദേശ നിർദ്ദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഈ സത്സംഗവേദി വളരെ ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. വരും കാലങ്ങളിലും ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈശ്വരന്റെ അനുഗ്രഹം, ആചാര്യന്മാരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാകണം എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ഈ സമാപന വേദിയിൽ എല്ലാ വർഷവും ഞങ്ങൾ ശിവരാത്രി കാലത്ത് പൂജാപഠനം പഠിതാക്കൾ എല്ലാവരും തന്നെ ചാണക വരട്ടി ഭസ്മ നിർമ്മാണം നടത്താറുണ്ട്. ഈ കഴിഞ്ഞ 5 വർഷമായി. അതോടൊപ്പം തന്നെ ഞങ്ങൾ നടത്തുന്ന ഒരു പ്രവർത്തനമാണ് വൃക്ഷത്തൈ നടുക എന്നത്. ഈ വർഷവും 10 നക്ഷത്ര വൃക്ഷത്തൈകൾ, 27 നക്ഷത്ര വൃക്ഷങ്ങളുടെ നക്ഷത്ര വൃക്ഷ തൈകൾ 27 എണ്ണം സൗജന്യമായിട്ട് 10ഓളം സ്ഥലങ്ങളിലേക്ക് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 30ഓളം സ്ഥലങ്ങളിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം ജൂൺ
13-നാണ് എല്ലാ വർഷവും ജൂൺ 13-ന് നമ്മുടെ എല്ലാ പഠിതാക്കളും അങ്ങ് അമേരിക്ക, ഓസ്ട്രേലിയ, എല്ലാ സ്ഥലത്തുള്ള എല്ലാ പഠിതാക്കളും അന്നേ ദിവസം രാവിലെ ഒരു വൃക്ഷത്തെ നടുന്ന ഒരു ചടങ്ങ് കഴിഞ്ഞ 4 വർഷമായിട്ട് നമ്മൾ നടത്തി വരാറുണ്ട്. ഈ വർഷവും ജൂൺ 13-ന് വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് പ്രകൃതി പൂജയോടുകൂടി ഇതിന്റെ TVSRCയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കുന്നതിൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങളെല്ലാം എല്ലാ സജ്ജനങ്ങളുടെയും ആചാര്യന്മാരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാകണം എന്ന് ഒരിക്കൽ കൂടി ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ സമാപന സെഷൻ ആരംഭിക്കാം. തുടങ്ങുന്നതിന് മുമ്പ് ആമുഖ ഭാഷണത്തിനുമായിട്ട് ശ്രീനിവാസ് കുക്കമ്പാരെ ക്ഷണിക്കുന്നു. ഇത്രയും ആദരണീയനായിട്ടുള്ള സ്വാമിജി, വേദിയിലുള്ള ഗുരുക്കന്മാർക്കും സദസ്സിനും വിനീതമായിട്ടുള്ള പ്രണാമം. ഈ ഒരു മാസക്കാലത്തെ വൈശാഖ മാസാചരണത്തിന്റെ ഒരു സംഗ്രഹം ഒരു 4 മിനിറ്റിൽ പറയാമെന്ന് വിചാരിക്കുന്നു. 2026 ഏപ്രിൽ 18 മുതൽ ഇന്ന് വരെയാണ് ഈ ജ്ഞാന സദസ്സ് സഞ്ചരിച്ചത്. ആചാര്യസ്വാമികളുടെ ജ്ഞാനസാഗരത്തിലൂടെ ആയിരുന്നു ഈ ഒരു യാത്ര. വൈശാഖ മാസാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട ഈ ശങ്കര ദർശനം വെബിനാർ പരമ്പര അദ്വൈത ദർശനത്തിന്റെയും ഭക്തിരസത്തിന്റെയും ഒരു അപൂർവമായിട്ടുള്ള ഒരു വിരുന്നാണ് സമ്മാനിച്ചത്. ഇത് ഈ സങ്കല്പത്തിന് പിന്നിലെ ഒരു ചാലകശക്തി എന്ന് പറയുന്നത് ഗുരുനാഥൻ തന്ത്രരത്നം ഏറാഞ്ചേരി ഹരിഗോവിന്ദൻ നമ്പൂതിരിയാണ്. അദ്ദേഹത്തിന്റെ ആശയത്തിൽ നിന്നാണ് ഈ വർഷത്തെ വൈശാഖ മാസാചരണ ശങ്കരകൃതികളുടെ ശേഖരത്തിൽ നിന്നാവാം എന്നൊരു സങ്കല്പം ഉണ്ടായത്. അദ്ദേഹം ഈ പരമ്പരയിൽ വിഷ്ണു ഭുജംഗ പ്രയാഗ സ്തോത്രം എന്ന വിഷയം അവതരിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിനും പ്രണാമം അർപ്പിക്കുന്നു. ഈ പരമ്പരയുടെ ഒരു ഏറ്റവും വലിയൊരു സൗഭാഗ്യം എന്താണെന്ന് വെച്ചാൽ സന്യാസിവര്യന്മാരുടെ ഒരു പ്രസൻസ് ആണ്. അതിന്റെ ഈ സന്യാസിവര്യന്മാരുടെ പ്രസൻസ് കാരണം അതിന്റെ പവിത്രത കൊണ്ടും ആധികാരികത കൊണ്ടും ഇത്രമേൽ ഉദാത്തമായി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഈ സന്യാസി ശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യം തന്നെയാണ്. ഈ പരമ്പരയുടെ തുടക്കം പുഷ്പാഞ്ജലി സ്വാമിയാർ, തിരുവനന്തപുരം പുഷ്പാഞ്ജലി സ്വാമിയാർ, അച്യുത ഭാരതി സ്വാമിയാരുടെ അനുഗ്രഹ സാന്നിധ്യത്തിലൂടെയായിരുന്നു. അദ്ദേഹം ആചാര്യന്റെ ജീവിതവും ദർശനവും എന്ന വിഷയത്തിൽ ഓടെയാണ് ഈ പരമ്പരയ്ക്ക് തിരി തെളിയിച്ചത്. പരമ്പരയുടെ മധ്യത്തിൽ മഹാമണ്ഡലേശ്വര സ്വാമിയാർ ആനന്ദവനം മഹാരാജ് എത്തിച്ചേരുകയും ശങ്കര ദർശനം എന്ന വിഷയത്തിലൂടെ ജ്ഞാനപ്രകാശം നൽകുകയും ചെയ്തു. അതോടൊപ്പം തന്നെ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി, സ്വാമി പ്രണവാനന്ദ സരസ്വതി തുടങ്ങിയ സന്യാസിവര്യന്മാരുടെ സാന്നിധ്യവും ഈ വെബിനാറിനെ ഒരു സന്യാസ സംഗമം കൂടിയാക്കി മാറ്റി. ഇന്നത്തെ കുട്ടിസ്വാമിയും കൂടി വരുന്നതോട് കൂടിയിട്ട് അതിനൊരു മകുടം കൂടി ആവുകയാണ്. ഈ പരമ്പരയിൽ ജ്ഞാനം പകർന്നു തരാൻ വേണ്ടി ധാരാളം പണ്ഡിത ശ്രേഷ്ഠന്മാരും എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും പേരുകൾ വായിക്കുക എന്നുള്ളത് എളുപ്പമായിരിക്കില്ല. എന്നാലും ഏറ്റവും പ്രായം കൊണ്ടും പാണ്ഡിത്യം കൊണ്ടും ഡോക്ടർ PK മാധവ മാഷ്, ഡോക്ടർ K ഭാരതി എന്നിവരുൾപ്പെടെയുള്ള എല്ലാ മുതിർന്ന ആചാര്യന്മാരുടെയും പാതാരവിധങ്ങളിൽ സാഷ്ടാംഗം പ്രണാമം അർപ്പിക്കുകയും ചെയ്യുന്നു. വിഷയങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ഈ 32 ദിവസങ്ങളിലായി ഏകദേശം 24 ശ്രേഷ്ഠ കൃതികളും ദർശനങ്ങളും ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു. അതിൽ 4 ദർശനധാരകളായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ജീവിതവും ദർശനവും എന്നുള്ള വിഷയത്തിൽ ശ്രീ ശങ്കരവും ദർശനവും എന്നുള്ളത് 2 ദിവസമായിട്ടും ശങ്കര ദിഗ്വിജയവും 2 ദിവസങ്ങളായിട്ടും വിശകലനം ചെയ്യപ്പെട്ടു. ഭക്തിരസപ്രധാനമായ സ്തോത്രങ്ങളായിട്ടുള്ള അന്നപൂർണ സ്തോത്രം, കനകധാര സ്തവം, സൗന്ദര്യലഹരി എന്നിവയും ശിവസ്തുതികളായിട്ടുള്ള ദക്ഷിണാമൂർത്തി അഷ്ടകം, ശിവമാനസ പൂജ എന്നിവയും സുബ്രഹ്മണ്യ ഭുജംഗം, ഹനുമത് പഞ്ചകം എന്നിവയും ഇവയിൽ ഉൾപ്പെടുന്നു. ഭക്തിരസമായിട്ടുള്ള സ്തോത്രങ്ങളാണ് ഇവ. ശങ്കര സ്തോത്രങ്ങളിലെ പ്രകൃതിയും പരിസ്ഥിതിയും എന്ന വിഷയത്തിൽ നർമ്മദാഷ്ടകം, ഗംഗാഷ്ടകം, യമുനാഷ്ടകം എന്നീ
ശിവസ്തുതികളും പ്രത്യേകം ചർച്ച ചെയ്യപ്പെട്ടു. തത്വചിന്തയും എന്നുള്ള ഭാഗമാണെങ്കിൽ ഭജഗോവിന്ദം, മനീഷാ പഞ്ചകം, സാധനാ പഞ്ചകം, തത്വോപദേശം, നിർവാണാഷ്ടകം, ധന്യാഷ്ടകം, മായാപഞ്ചകം എന്നിവയും ഏറ്റവും ശ്രേഷ്ഠമായിട്ട് വിവേക ചൂടാമണിയും കൂടി ആഴത്തിൽ വിശകലനം ചെയ്യപ്പെട്ടു. അദ്വൈതവും സംസ്കാരവും എന്നുള്ള ചർച്ച ചെയ്യുന്ന മാതൃപഞ്ചകം, സംസ്കാരത്തിന്റെ അമ്മയോടുള്ള മാതൃപഞ്ചകം, കേരളീയ ക്ഷേത്രകലകളും അദ്വൈതയും തുടങ്ങിയ വിഷയങ്ങളും നമ്മുടെ ശങ്കരൻ എങ്ങനെ നമ്മുടെ ജീവിത സംസ്കാരവുമായി മാറും, കൂടാതെ വൈഷ്ണവ ഭക്തി തുളുമ്പുന്ന പാണ്ഡുരംഗാഷ്ടകം, ഗോവിന്ദാഷ്ടകം, അച്യുതാഷ്ടകം, ലക്ഷ്മി നരസിംഹ കരാവലംബ സ്തോത്രം, വിഷ്ണു ഭുജംഗം എന്നിവയും പ്രതിപാദിക്കപ്പെട്ടു. ഇതെല്ലാം കൂടി ഏകദേശം 24ഓളം വന്നു. ഈ വെബിനാർ സീരീസിൽ പുതിയതായി നമുക്ക് കുറച്ച് ആചാര്യന്മാരെയും കൂടിയും കിട്ടി. ഇതിന്റെ നമുക്ക് എല്ലാവർക്കും മാർഗദർശനം കല്ലാനിക്കാട് മഹേശ്വരൻ നമ്പൂരി നമുക്ക് തരാറുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു കുറച്ച് കുട്ടികളും കൂടി, അതായത് TVSRCയുടെ കുട്ടികളും കൂടി 2ഓ 3ഓ പറയുകയാണെങ്കിൽ അതും നല്ലതാവും എന്നതുകൊണ്ട് 3 പഠിതാക്കളും ഈ വേദിയിൽ പ്രഭാഷണം ചെയ്യുകയുണ്ടായി. ഇന്ന് ഈ 32ാമത്തെ ദിവസം ഇതിന്റെ സമാപനമാണ്. അതിന് ഈ ജ്ഞാനസന്ത്രത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു മകുടമായിട്ട് തന്നെ ഇന്ന് ശങ്കര പരമ്പരയിലെ പരമപൂജ്യനായിട്ടുള്ള സ്വാമി ഹരിബ്രഹ്മേന്ദ്രാനന്ദ തീർത്ഥ മഹാരാജ് നേരിട്ടെത്തി അദ്വൈതീതിയുടെ സ്തോത്രങ്ങളിലെ ഭക്തി എന്ന വിഷയത്തില് സംസാരിക്കുകയാണ്. ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്ന് 2ാമത്തെ ദിവസത്തോട് കൂടിയിട്ട് അവസാനത്തെ 15 മിനിറ്റോളം അദ്ദേഹം ഒരു സമാപന ഭാഷണമായി കൂടി പറയുന്നുണ്ടാവും. കേവലം പ്രഭാഷണങ്ങൾക്ക് കേൾക്കുക എന്നതിലപ്പുറം ആത്മീയമായ ഒരു വലിയ ഉണർവ് നൽകാൻ ഈ വൈശാഖ മാസാചരണത്തിന് സാധിച്ചു എന്ന് തന്നെ TVSRCയുടെ അംഗങ്ങൾ വിശ്വസിക്കുന്നു. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച TVSRC അംഗങ്ങൾക്ക്, നാരായണേട്ടൻ, എടക്കഴിപ്പുറ ശ്രീരാമേട്ടൻ എന്നവിടങ്ങളിലെ എല്ലാ സംഘാടകർക്കും ആചാര്യശ്രേഷ്ഠർക്കും ഹൃദയം നിറഞ്ഞ നന്ദി കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ശങ്കര ദർശനം എന്ന വെബിനാർ സീരീസ് നമ്മുടെ ജീവിതത്തിന്റെ വെളിച്ചമാകട്ടെ എന്ന് എല്ലാവരോടും പ്രാർത്ഥിച്ചുകൊണ്ട് സ്വാമിജിയെ പ്രഭാഷണത്തിനായിട്ട് ഹരി ഓം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗമേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ശ്രീ ദക്ഷിണാമൂർത്തയേ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം നമോ നാരായണായ. ശ്രീ ശങ്കര ദർശനത്തെ ആസ്പദമാക്കി വളരെ ഗംഭീരമായ ഈ വൈശാഖ മാസ ആചരണം, അതിന്റെ സമാപന സഭയിലേക്കാണ് നമ്മളിപ്പോ പ്രവേശിച്ചിരിക്കുന്നത്. 32 ദിവസങ്ങളിൽ 24ഓളം ആചാര്യന്മാര് പ്രഭാഷണം ചെയ്തു എന്നാണ് ഇവിടെ ഇപ്പോ മനസ്സിലാക്കാൻ സാധിച്ചത്. വളരെ അത്ഭുതമായ ഒരു കാര്യം, ഇത്രയും നല്ലൊരു കൂട്ടായ്മ ആചാര്യസ്വാമിജികളുടെ വിഷയത്തിൽ 1 മാസത്തോളം നിരന്തരം അനേകം വിഷയങ്ങളെ, ആ വിഷയങ്ങളൊക്കെ ഇവിടെ പരിചയപ്പെടുത്തി. അങ്ങനെ ചെയ്ത്
ഇനി വരുന്ന കാര്യങ്ങൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് പണ്ഡിത ശ്രേഷ്ഠരായിട്ടുള്ള ആചാര്യന്മാരുടെ മാർഗദർശനത്തിൽ ഇത് മുന്നോട്ട് പോകും. ഈ അവസാന സത്രത്തില് ഇന്നലെ തുടങ്ങി വെച്ചതിന്റെ ആ ഒരു പരിചയപ്പെടുത്തൽ അദ്വൈതിയുടെ സ്തോത്ര ഗ്രന്ഥങ്ങളുടെ ഭക്തി ആ ഒരു വിഷയത്തില് കുറച്ച് സ്തോത്രങ്ങളുടെ ആ ഒരു രീതി എങ്ങനെയാണ്, ആചാര്യസ്വാമിജികളുടെ സ്തോത്രങ്ങളുടെ സവിശേഷത എന്താണ്, അതിന് അദ്ദേഹം താത്വികമായി പറഞ്ഞ ലക്ഷണം എന്താണ്, ഇതൊക്കെയാണ് ഇന്നലെ പരിചയപ്പെട്ടത്. അനേകം വിഷയങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. കാരണം ഭഗവത്പാദ ശങ്കരാചാര്യ സ്വാമിജികളുടെ സ്തോത്രങ്ങളുടെ ഒരു മഹാക്രാന്തി തന്നെ ഉണ്ടായിട്ടുണ്ട്. ആചാര്യസ്വാമിജികൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു സ്തോത്ര രീതി തന്നെ ഉണ്ടായിരുന്നു എന്ന് പലപ്പോഴും നമുക്ക് സംശയം തോന്നും. അങ്ങനെ ഒരു പ്രചാരം, ഇത്ര സ്തോത്രങ്ങൾക്ക് ഇങ്ങനെ ചൊല്ലുന്നതിനൊക്കെ പ്രചാരം എത്ര ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കേണ്ടതാണ്, അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യേണ്ടതാണ്. എന്നാൽ തീർച്ചയായിട്ടും നമുക്ക് പറയാവുന്നത് ആചാര്യസ്വാമിജികൾക്ക് ശേഷം ഈ സ്തോത്ര ഗ്രന്ഥങ്ങളിലൂടെ തത്വജ്ഞാനവും അതുപോലെ ഭക്തിയും പ്രാർത്ഥനയും മാത്രമല്ല താന്ത്രികമായിട്ടുള്ള രഹസ്യങ്ങളും അതിന്റെ ആചാരങ്ങളും വരെ സ്തോത്രങ്ങളിലൂടെ പ്രകടമാക്കി എന്നുള്ളത് വളരെ വിശിഷ്ടമായിട്ട് നമുക്ക് അറിയാവുന്നതാണ്, ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതുമാണ്. അപ്പോ അദ്ദേഹത്തിന്റെ രചനകളിലെ സ്തോത്രങ്ങളിലെ 96ഓളം സ്തോത്രങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് പരിചയപ്പെടുത്താൻ സാധിക്കില്ല. പക്ഷേ സാമാന്യമായി ഒരു വിഭാഗപ്പെടുത്തി എന്നുള്ള രീതിയിൽ ആദ്യം എത്തരത്തിലുള്ള സ്തോത്രങ്ങളാണ് ഉള്ളത് എന്ന് ഒന്ന് പറഞ്ഞിട്ട് ചില സ്തോത്രങ്ങളിലെ പ്രത്യേക ശ്ലോകങ്ങൾ, സ്തോത്രങ്ങളും എല്ലാം എടുക്കാൻ സാധിക്കില്ല. ഇന്നലെ പറഞ്ഞു വച്ച വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അതില് ആ സ്തോത്രങ്ങളുടെ ഉദ്ദേശത്തെക്കുറിച്ച് ആചാര്യസ്വാമിജികൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് സഗുണ ഉപാസനയിലൂടെ, സാകാര പ്രാർത്ഥനയിലൂടെ, ധ്യാനത്തിലൂടെ നിർഗുണമായ ഭാവം സാധാരണക്കാരന്റെ മനസ്സിൽ പെട്ടെന്ന് സ്ഥാപിക്കാൻ, പ്രതിഷ്ഠിക്കാൻ സാധിക്കുമെന്ന ആ ഒരു ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് ചില ശ്ലോകങ്ങളെ എത്രത്തോളം ചെയ്യാൻ സാധിക്കും സമയമനുസരിച്ച് ചില ശ്ലോകങ്ങൾ എടുത്ത് പറയാം.